മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇതെല്ലാം നമ്മുടെ L2 ചെയ്ത ക്വസ്റ്റൻ ആണ്. മിസ്ലേനിയസിനകത്തൊരു ക്വസ്റ്റൻ അനുസരിക്കും. കൺസിഡർ ദ വേർഡ് അസാസിനേഷൻ. ഹൗ മെനി ഓഫ് ദി ഡിഫറെന്റ് വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അറേഞ്ച്ഡ് എന്നാണ് പറഞ്ഞേക്കണം. നമുക്ക് നോക്കാം അസാസിനേഷൻ എന്ന വാക്കിൽ എത്ര ലെറ്റർ ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ലെറ്റർ ആദ്യം ഒന്ന് എഴുതാം. അസാസിനേഷൻ, SSINATION. അങ്ങനെ 13 ലെറ്റേഴ്സ് ആണ് നമുക്ക് ഈ വേർഡിനകത്തുള്ളത്. അസാസിനേഷൻ എന്ന വേർഡിൽ എത്ര ലെറ്റർ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 13 ലെറ്റർ. ഓരോന്നും എത്ര പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 പ്രാവശ്യം എ ഉണ്ട്. എസ് എന്ന് പറയുന്നത് 1 2 3 4 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെറ്റർ ഐ എന്ന് പറയുന്നത് 1 2 പ്രാവശ്യം ഉണ്ട്. പിന്നെ അടുത്ത നമ്മുടെ ലെറ്റർ എന്ന് പറഞ്ഞാൽ എൻ ആണ്, 2 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒ എന്ന് പറഞ്ഞ ലെറ്റർ 1 പ്രാവശ്യം, ടി എന്ന് പറയുന്നത് 1 പ്രാവശ്യം. അപ്പം 3 2 5 6 6 4 10 12 12 13 ലെറ്റേഴ്സ് നമുക്ക് അവിടെ വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാന്ന്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് എൻ ഒബ്ജക്റ്റ് ഓഫ് ഡിഫറെന്റ് കൈൻഡ് വിത്ത് സെയിം കൈൻഡ് n1 n2 ആണെങ്കിൽ നമ്മുടെ ഫോർമുല ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു m ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ n2 ഫാക്ടോറിയൽ n3 ഫാക്ടോറിയൽ എക്സെട്ര. എത്രണ്ണാണ് അവിടെ വരുന്നത്? റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ നമ്പേഴ്സ് അവിടെ അങ്ങനെ തന്നെ വരും അല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്പേഴ്സ് എത്ര വരും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ലെറ്റേഴ്സ്, 13 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഇത്രയും രീതിയിൽ വേർഡ് അസാസിനേഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 13 ഫാക്ടോറിയൽ വെട്ടിപ്പോയി കഴിയുമ്പോൾ 3 4 വരെ ഉള്ളത് പോകും. ബാക്കി 5 6 7 8 9 10 11 12 13 വരെയുള്ള നമ്പർ വരും. ഡിവൈഡഡ് ബൈ ഈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 വരും. പിന്നെ ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 വരും. ഇവിടെ വീണ്ടും 2 ഫാക്ടോറിയൽ 1 × 2 വരും. ഇനി ഈ നമ്പേഴ്സ് എല്ലാം നമുക്കൊന്ന് വെട്ടിക്കളണം. 2 × 3 6 വെട്ടിപ്പോകും. 2 × 2 8 വെട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 4 വെട്ടി 2 വരും. അപ്പോൾ ഇവിടെ ഈ നമ്പേഴ്സ് എല്ലാം പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എത്രയുണ്ട്? 5 വരും. 7 2 14 വരും. 9 × 10 19 വരും. പിന്നെ 11 × 12 കാൽക്കുലേറ്റർ ഉപയോഗിക്കണം നമ്മൾ. 12 × 13 വരും. ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പ്രോഡക്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്തായി? ഇതിൻ്റെ ആൻസറായി. ഇത് പ്രോഡക്റ്റ് ചെയ്ത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പ്രോഡക്റ്റ് ചെയ്ത് എഴുതുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഹൗ മെനി ഓഫ് ദിസ് വേർഡ് ഓൾ വവ്വൽസ് ആർ ഒക്കർ ടുഗദർ എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നമ്മുടെ വേർഡ് അസാസിനേഷനകത്ത് എത്ര വവ്വൽസ് ആർ ഒക്കർ ടുഗദർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ എത്ര വവ്വൽ ഉണ്ട്? എ എന്ന് പറയുന്നത് എ 3 എ ഉണ്ട്, 2 ഐ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്, പിന്നെ ഒരു ഒ ഉണ്ട്. അപ്പം മൊത്തം നമുക്ക് 6 വവ്വൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ടോട്ടൽ 13 ലെറ്ററിൽ നിന്ന് ഈ 6 വവ്വൽസ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ലെറ്റേഴ്സ് ആണ് ബാലൻസ് നമുക്കുള്ളത്. അപ്പൊ ഈ 6 വവ്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ എന്തായിട്ട് എടുക്കണത്? ഒരു 1 സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുക്കണം. 1 സിംഗിൾ യൂണിറ്റ് പ്ലസ് 7 എടുക്കണം. അപ്പൊ ടോട്ടൽ ഈ 1 സിംഗിൾ യൂണിറ്റ് 6 വവ്വൽസ് ഒന്നിച്ച് വരണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതൊരു സിംഗിൾ യൂണിറ്റും 7 കൂടി ആകുമ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 ലെറ്റേഴ്സ് ആണ് മൊത്തം വരുന്നത്. അപ്പൊ ഈ 8 ലെറ്റേഴ്സിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് എസ് ആണ്, അതായത് 4 ഫാക്ടോറിയൽ വരും. n 2 പ്രാവശ്യമുണ്ട്, 2 ഫാക്ടോറിയൽ വരും. ഇത്രയും രീതിയിൽ നമുക്ക് ഈ 6 വവ്വൽ ഒഴിച്ചുള്ള നമ്പറുകളെ അറേഞ്ച് ചെയ്യാം. ഇനി ഈ 6 വവ്വലും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഫസ്റ്റ് വവ്വൽ എ വരുന്നെങ്കിൽ ഈ എ വരാം, രണ്ടാമത്തെ വരാം, മൂന്നാമത്തെ വരാം, ഐ വരാം, ഓ വരാം, സെക്കൻഡ് ഇത് വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 6 വവ്വൽസിന് നമുക്ക് ഒരുമിച്ച് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 ഫാക്ടോറിയൽ ബൈ അത് ഏതാണ് റിപ്പീറ്റ് ചെയ്യണം? ആ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്തായിരിക്കും മക്കളെ? അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ 8 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. പിന്നെ വേറെ രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് മൊത്തം ഒന്നിച്ച് കിട്ടുന്ന ആദ്യത്തെ ടോട്ടൽ അറേഞ്ച്മെന്റ് എഴുതിയിട്ട് അതിൻ്റെ 6 ഫാക്ടോറിയൽ കൊണ്ട് പ്രോഡക്റ്റ് ചെയ്താലും മതി. അത് രണ്ടും സെയിം ആണ്. എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ടോട്ടൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതായി. ഇത് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാലൊക്കെ വെട്ടാം. ഈ 4 ഫാക്ടോറിയൽ 8 വെട്ടി പോവാം. ഇപ്പോൾ 3 ഫാക്ടോറിയലും 6 ഫാക്ടോറിയലും വെട്ടിപ്പോവാം. 8 ഫാക്ടോറിയലും 4 വെട്ടുമ്പോൾ 5 വരും, 6 വരും, 7 വരും, 8 വരും. പിന്നെ 1 × 2 അവിടെ എഴുതും. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2. ഇനി ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 4 5 6 വരും. 4 5 6
കാരണം 3 വരെയുള്ള നമ്പർ പോകും. ഒരു വീണ്ടും ഒരു 1 ഇൻറ്റു 2 വരും. ഈ 2 ഈ 4 വെട്ടി 2 വരും. ഈ 2 8 വെട്ടി നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 6 വരും. അപ്പം ഇത്രയും നമ്പർ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ആ ഒരു നമ്പർ ആയിരിക്കും നമുക്ക് എങ്ങനെ അസാസിനേഷൻ എന്ന വേർഡിനകത്ത് വവ്വൽസ് ഒരുമിച്ച് വരുന്നത്.